തർക്കങ്ങൾക്കും കോടതി വിലക്കുകൾക്കും ശേഷം 6 വർഷങ്ങൾ കഴിഞ്ഞാണ് സുരേഷ് ഗോപി കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന കഥാപാത്രമായി എത്തുന്ന ഒറ്റക്കൊമ്പൻ ചിത്രീകരണം തുടങ്ങുന്നത്. സുരേഷ് ഗോപിയുടെ 250ാമത്തെ ചിത്രം എന്ന നിലയിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ചിത്രം പകർപ്പവകാശ ലംഘനത്തിന്റെ പേരിലുള്ള തർക്കത്തിൽപ്പെടുകയും സിനിമയുടെ ചിത്രീകരണത്തിന് കോടതി വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംവിധായകൻ ഷാജി കൈലാസിന് വേണ്ടി 2019 ഒക്ടോബറിൽ പൃഥ്വിരാജ് സുകുമാരന്റെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപിച്ച കടുവ എന്ന സിനിമയുടെ അതേ കഥാപാത്രവും പ്രമേയവുമാണ് സുരേഷ് ഗോപിയുടെ 250ാം ചിത്രത്തിനെന്ന സംശയമാണ് കോടതിയിലും പകർപ്പവകാശ ലംഘനം എന്ന ആരോപണത്തിലും എത്തിയിരിക്കുന്നത്. ജിനു എബ്രഹാമിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന കടുവ എന്ന ചിത്രത്തിന്റെ തിരക്കഥയും കഥാപാത്രവുമായി മുളകുപാടം ഫിലിംസ് നിർമ്മിക്കുന്ന സുരേഷ് ഗോപി ചിത്രത്തിന് സാമ്യമുണ്ടെന്ന തർക്കത്തെ തുടർന്ന് പ്രശ്നം കോടതിയിലെത്തുകയായിരുന്നു. ജിനു എബ്രഹാം സമർപ്പിച്ച ഹർജിയിൽ സുരേഷ് ഗോപി ചിത്രത്തിനുള്ള സ്റ്റേ സ്ഥിരപ്പെടുത്തി എറണാകുളം ജില്ലാ കോടതി ഉത്തരവിട്ടു. സുരേഷ് ഗോപിയുടെ 250ാം സിനിമ കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന പേരുപയോഗിച്ചുള്ള എല്ലാ പ്രചാരണങ്ങളും നിർത്തിവെക്കണമെന്നായിരുന്നു കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ തുടങ്ങിയിരിക്കുകയാണ്. സിനിമാഭിനയത്തിന് കേന്ദ്രം അനുമതി നൽകിയതോടെയാണ് കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ഒറ്റക്കൊമ്പൻ ചിത്രീകരണത്തിനൊപ്പം കേന്ദ്രമന്ത്രിയുടെ ഓഫീസും സെറ്റിൽ തന്നെ പ്രവർത്തിക്കും. അഭിനയത്തിന്റെ ഇടവേളകളിൽ കേന്ദ്രമന്ത്രിയുടെ ചുമതലയിലേക്ക് സുരേഷ് ഗോപി മടങ്ങുകയും ചെയ്യും. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും ചിത്രീകരണവും ഇക്കഴിഞ്ഞ ഡിസംബർ 27 വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ആരംഭിച്ചിരുന്നു. സെൻട്രൽ ജയിലിലെ രംഗങ്ങളിലാണ് സുരേഷ് ഗോപി അഭിനയിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരത്തും പരിസരങ്ങളിലുമായി ജനുവരി പകുതി വരെ നീണ്ടു നിൽക്കുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ എന്ന് അണിയറക്കാരും അറിയിച്ചിരുന്നു. അതിനാൽ 40 ദിവസത്തെ ഷെഡ്യൂളിലേക്ക് മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയിരിക്കുന്നത്. 10 ദിവസത്തേക്കാണ് ആദ്യത്തെ ഷെഡ്യൂൾ. 3 സിനിമകൾ കൂടി സുരേഷ് ഗോപി കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അഭിനയിക്കാൻ കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല. മലയാളത്തിലെ പ്രമുഖരായ നിരവധി സംവിധായകർക്കൊപ്പം പ്രധാന സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് മാത്യൂസ് തോമസ് ഒറ്റക്കൊമ്പനിലൂടെ സ്വതന്ത്ര സംവിധായകനാകുന്നത്. ക്ലീൻ ഫാമിലി ഇമോഷൻ ത്രില്ലർ ഡ്രാമയായാണ് ചിത്രം ഒരുങ്ങുന്നത്. ഇന്ദ്രജിത്ത് സുകുമാരൻ, വിജയരാഘവൻ, ലാലു അലക്സ്, ചെമ്പൻ വിനോദ്, ജോണി ആന്റണി, ബിജു പപ്പൻ, മേഘ്ന രാജ് എന്നിവരും നിരവധി താരങ്ങളും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 70ൽ പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുമുണ്ട്.